നല്ല കച്ചവടമല്ലേ ഇവിടെ. എന്താടാ എന്നിട്ട് എന്താ കിസ് അടിച്ചാ? ചേന്നാ എന്താണ് കിസ്സില്ലാണ്ട് എന്ത് ലവ് ഓടാ? നീ എന്താണ് ഒരു പ്ലാറ്റോണിക് ലവ് ഓണാ? ഈ ദിവ്യപ്രമോ എന്നൊക്കെ പറയില്ലേ? അതെ. അയ്യേ തേങ്ങാക്കൊലാണ്. ദിസ് ഇസ് 2016 man. ഗ്രോ അപ്പ്. അയ്യോ ഇവിടെ മാറ്റി വെച്ചോ. കറണ്ട് ബില്ല് അടച്ചോ? അടച്ചു. റിസിപ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി എന്ത് ഇല്ലേ? ബാക്കി അതിൽ ബാക്കി അതിൽ വെക്കാൻ മറന്നു. നീയൊക്കെ എന്ന് ഇവിടെ നിന്ന് സൊല്ലിയിട്ടുണ്ടോ അന്നൊക്കെ എന്റെ പെട്ടിന്ന് 1000 2000 പോയിട്ടുണ്ട്. ശരിയാണ് ശരിയാണ്. എന്താ അല്ല മറന്നു പോയതായിരിക്കും ഞങ്ങളെ. മറവി ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. സോറി. ഏതാടാ അവന്മാര്? 2 ദിവസമായിട്ട് ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ടല്ലോ. എടുത്തവന്മാരില്ലടാ, എടുത്തവന്മാരില്ലെന്ന്. അപ്പാ ഒരു പ്രശ്നമുണ്ട്. ഹലോ, ഞാനെത്തി. താനെവിടെയാ? ഞാൻ ഈ സൈഡിലുണ്ട്. ഈ അറ്റത്തേക്ക് വാ. എന്തിനാ ഇവിടെ വന്ന്? ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞല്ലേ? ഞാൻ എന്നെടുത്ത ടോമിന്റെ ഫോട്ടോസ് കിട്ടി. ഓക്കെ ഓക്കെ, ഞാൻ എത്തി. എവിടെ? എവിടെ? ഇവിടെ. ടോം, പേടിക്കണ്ട, വാ. താൻ ചെല്ല്, ഇതിനെ കുറിച്ച് ആലോചിക്കണ്ട. ടോം, അപ്പ ഇവിടെ ഇല്ല. വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അച്ഛനെവിടെ? അപ്പയുടെ കൊളീഗ് ആക്സിഡന്റിൽ മരിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ദാസ് അങ്കിൾ. അദ്ദേഹത്തിന്റെ ഫ്യൂണറലിന് പോയതാ. ടോം, അയാൾ ഇനിയും വരും. നമ്മളെ അയാൾ വിടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ നോക്കാം. ദിയ, പേടിക്കണ്ട, നമുക്ക് ആലോചിക്കാം. എനിക്ക് കുറച്ച് വെള്ളം വേണം.
ഹലോ ഹലോ എടാ നീ ഇതെവിടെയാണ്? ഞാൻ ദിയുടെ വീട്ടിലാ. എടാ ഒരു പ്രശ്നമുണ്ട്. ആ മനസ്സിലായി. എടാ ആ എഡ്ഗറും ടീംസും വീണ്ടും നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായി. നിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എടാ അവളും അത്ര സേഫ് ആയിരിക്കില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയേക്ക്. ഹലോ ഹലോ എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എടാ ഷേ നീ ആളെ കണ്ട? ഒരുത്തനെ. ആണാ? ഏത് വണ്ടിയായിരുന്നു? ഒരു ബ്ലാക്ക് സ്കോർപിയോ. നമ്പർ വല്ല നോട്ട് ചെയ്യാൻ പറ്റിയത് നിനക്ക്? നമ്പർ കാര്യമില്ലടാ, നമ്പറൊക്കെ ഫേക്ക് ആയിരിക്കുള്ളൂ. പക്ഷെ ഇതിലൊരു സംശയം വേണ്ട, ഇത് എടുക്കുന്ന ടീം തന്നെയാണത്. അവനല്ല. എടാ എടാ പിന്നെ ഇതിന്റെ ഹോട്ടലിന് മുമ്പിൽ വന്ന് അവളുടെ വണ്ടി തല്ലി പിടിച്ച്. ഇതൊക്കെ പിന്നെ എഡ്ഗറിന്റെ ടീമിലായിട്ട് വേറെ ആരാണ്? എടാ അവന്റെ ആൾക്കാരാണെങ്കിൽ എന്നെ പൊക്കില്ലേ? പക്ഷെ അതല്ല, അവളുടെ അപ്പന്റെ അടുത്ത് ഇനി എന്ത് പറയും? അവളുടെ അച്ഛനിപ്പോ സ്ഥലത്തില്ല, വരാൻ വൈകുന്ന അവള് പറഞ്ഞ. പുള്ളിക്കാരൻ എത്തുന്നതിന് മുന്നേ ദിയ വീട്ടിലെത്തണം. എടാ ഇത് പണിയാണ്. എടാ നമുക്ക് പോലീസിൽ അറിയിക്കാം, അല്ലാണ്ട് ശരിയാവൂല. വാ. എടാ വണ്ടി ആ അത് നമ്മുടെ വർക്ക്ഷോപ്പിൽ പണിതാ. ബ്ലാക്ക് സ്കോർപിയോ. നമ്മുടെ ലോഗോ ഉണ്ടായിരുന്നല്ലേ? ആണോ? ഉറപ്പാണോ? അതെ. ആ അപ്പൊ എളുപ്പമാണ്. ആളെ പൊക്കാം. வணக்கம் சார். எവിടെ உள்ளே இருக்காங்க சார். எந்தாய்? அந்த பொண்ணுக்கு எதுவும் தெரியல சார். அப்பா இருக்கிறாருல, இன்னைக்கு ஈவினிங்குள்ள ஃபைல் கிடைச்சிடும் சார். நீங்க கவலைப்பட வேணாம். എന്നെ അറിയോ? പോലീസാ. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ നിന്നെ വിടും. എനിക്കറിയില്ല, നിങ്ങൾക്ക് ആള് മാറിയതാ. ഞാൻ ഇന്ന് ഈ നിലയിലെത്താൻ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. എൻ്റെ പേരിൽ കേസുണ്ടായിട്ടുണ്ട്. സർവീസിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടിട്ടുമുണ്ട്. കുറെ പാടുപെട്ട ഒന്ന് തിരിച്ചു കയറിയത്. ഇനി ഒരു വീഴ്ച വീണാൽ ചിലപ്പോൾ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചത്തുപോയ വക്കീല്, നിന്റെ അപ്പന്റെ ഫ്രണ്ട്, പുള്ളി നിങ്ങളെ തന്ന ഫയൽ എവിടെ? അങ്ങനെയൊന്നും അങ്കിള് തന്നിട്ടില്ല. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. എന്നെ വിടും പ്ലീസ്. പക്ഷെ ആ വക്കീല് ചാകുന്നതിന് മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അത് നിങ്ങളെ ഈ തന്നെന്നാണല്ലോ. അതുകൊണ്ട് മോളൊന്ന് ആലോചിക്ക്. ഓക്കെ? അപ്പോഴേക്കും നിന്റെ തന്തപ്പടിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അയാളെവിടെ? கீழே இருக்கு சார். ആ, രണ്ടാളും കൂടി ഒരു സ്ഥലത്ത് വേണ്ട. சரி சார். ഇവളെ ഇവിടെ നിന്ന് മാറ്റിക്കോ. சரி சார்.